പാലകൃഷ്ണൻ, ഇപ്പോൾ കോൺഗ്രസ് മുക്ത ഉത്തരേന്ത്യക്കുള്ള ഒരു ശ്രമമാണ് നടന്നത് എന്ന് വേണ്ടേ കരുതാൻ? ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ആ രീതിയിൽ പല രൂപത്തിൽ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. നോക്കൂ, ഇതിനകത്ത് അടിസ്ഥാനപരമായൊരു പ്രശ്നമായി ഹിമാചലിലെ പ്രശ്നത്തെ ഞാൻ കാണുന്നത് കോൺഗ്രസിനകത്തുണ്ടായൊരു അതെ. പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ കോൺഗ്രസ്സിൽ മനു അഭിഷേക് സിംഗ്വി എന്ന് പറയുന്നയാളാണല്ലോ മത്സരിച്ചത് അവിടെ. മനു അഭിഷേക് സിംഗ്വി പശ്ചിമ ബംഗാളിൽ നിന്നാണ് കഴിഞ്ഞ രാജ്യസഭയിലേക്ക് എത്തിയത്. ഇപ്രാവശ്യം അവിടെ സാധ്യതയില്ലാത്തതുകൊണ്ട് ഹിമാചൽ പ്രദേശിൽ നിന്ന് മത്സരിപ്പിച്ചു. ഈ മനു അഭിഷേക് സിംഗ്വി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. കാരണം അയാളാണ് ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും നടത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു അഭിഭാഷകനാണ്. ഹീസ് വർത്ത് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാരണത്താൽ. ഇപ്പോൾ കപിൽ സിബൽ നേരത്തെ വഹിച്ചിരുന്ന ഒരു റോളാണ് ഇപ്പം അഭിഷേക് സിംഗ്വി വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കപിൽ സിബൽ ഇതുപോലെ തന്നെ രാജ്യസഭ കിട്ടാതെ പോയപ്പം സമാജ്വാദി പാർട്ടിയിൽ പോയിട്ട് പിന്നെ രാജ്യസഭാ അംഗമായിട്ട് വന്ന ആളാണ്. ഇവിടെ ഇപ്പോൾ കർണാടകയിൽ കഴിഞ്ഞ ദിവസം അജയ് മാക്കനെയല്ലേ വിജയിപ്പിച്ചത്. അജയ് മാക്കൻ ഡൽഹിക്കാരനാണ്. അത്ര വെറുത്താണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം വെച്ചാൽ അജയ് മാക്കനൊക്കെ കൂടി പിന്നെ പ്രവർത്തിച്ചിട്ടാണ് കോൺഗ്രസിൻ്റെ ഇന്ന് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ട്രഷററാണ്. പക്ഷേ ആവശ്യമുണ്ട്. എങ്കിലും ഞാൻ പറയുന്നത് ആ കാൻഡിഡേറ്റ് വളരെ പ്രധാനമാണ്. മനു അഭിഷേക് സിംഗ്വി വളരെ പ്രധാനപ്പെട്ടൊരു ആൾ തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അവിടെ എന്താ പ്രശ്നം സംഭവിച്ചത്? അവിടെ ആനന്ദ് ശർമ്മയുടെ ഒരു വിഭാഗമാണ് യഥാർത്ഥത്തിൽ കാലുവാരുന്നത്. അതായത് ആനന്ദ് ശർമ്മ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് അവിടുത്തെ സ്പോക്സ് പേഴ്സൺ ആയിരുന്നു. അങ്ങനെ ഒരു വലിയ പ്രൊഫൈൽ ഉണ്ടായിരുന്ന നേതാവല്ല. ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള നേതാവായിരുന്നു. ലോ പ്രൊഫൈലായിരുന്നു. പക്ഷേ 2009 വലിയൊരു പിന്നെ നേട്ടമാണ് ആനന്ദ് ശർമ്മയ്ക്ക് ഉണ്ടായത്. കാരണം 2009 മൻമോഹൻ സിംഗ് മിനിസ്ട്രിയിലേക്ക് ക്യാബിനറ്റ് പദവിയോടുകൂടി വരികയാണ് അദ്ദേഹം. കൊമേഴ്സ് മിനിസ്റ്റർ ആയിരുന്നു, വ്യാപാര വാണിജ്യ മന്ത്രിയായിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ വലിയ പദവികളൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്, രാജ്യസഭാംഗമായിരുന്നു. അപ്പോൾ ആനന്ദ് ശർമ്മയ്ക്ക് ഒരു ആഗ്രഹമുണ്ടാകുന്നു ഈ പറയുന്ന ഇവിടെ നിന്ന് ഞാൻ ജയിക്കണം എന്നുള്ളത്. അതിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ള ചില നീക്കങ്ങളാണ് യഥാർത്ഥത്തിൽ BJPക്ക് അഡ്വാൻറ്റേജ് ആയത്. അതായത് പാളയത്തിൽ പട കോൺഗ്രസ് അവിടെ ഉണ്ടാക്കി അതിൻ്റെ മുഴുവൻ ഗുണവും നേടിക്കൊണ്ടുപോയത് BJP ആണ്. മാത്രമല്ല അവർ ആ സമയത്ത് അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് ആരെയാണ്? ഹർഷ് മഹാരാജനെയാണ്. ഹർഷ് മഹാരാജ് ആരാണ്? 2022 വരെ കോൺഗ്രസ് ഉണ്ടായിരുന്ന MLA ആണ്, മുൻ MLA ആണ്. അപ്പം ഈ ഹർഷ് മഹാരാജിനെ പിടിച്ച് നേരെ കൊണ്ട് അവിടെ നിർത്തുന്നത് എന്തിനാണ്? ഈ പറയുന്ന 6 പേരുടെ വോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നുള്ളതാണ്. ദൗർഭാഗ്യകരമാണ്. കോൺഗ്രസ് ഇപ്പോൾ മനു അഭിഷേക് സിംഗ്വി ജയിച്ചിരുന്നുവെങ്കിൽ, ആ ലോട്ടെടുപ്പിൽ അതായത് നറുക്കെടുപ്പിൽ വിജയിച്ചിരുന്നുവെങ്കിൽ പക്ഷേ വേറൊരു കാര്യമായും. അപ്പോഴും ഈ പറയുന്ന ക്രോസ് വോട്ടിംഗ് ഒരു പ്രശ്നമാണെങ്കിൽ കൂടിയും അതൊരു നേട്ടമായി അഭിമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ BJPക്ക് ആകുമായിരുന്നില്ല. ആ ദൗർഭാഗ്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ കോൺഗ്രസ് ക്യാമ്പിലുണ്ടായിട്ടുള്ള ഈ പറഞ്ഞ ഈ പാളയത്തിൽ പട എന്ന് പറയുന്നതാണ് ആദ്യം അവർ പരിശോധിക്കേണ്ട കാര്യം. അപ്പോൾ അത് ഒരു വഴിവെച്ച് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് നിശ്ചയമായും BJP ഹിമാചലിൽ ഉപയോഗിക്കും. ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. തൽക്കാലം ഇപ്പോൾ ഈ 3 മാസത്തേക്ക് ഇനിയിപ്പം നിയമസഭ കൂടുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ കൂടിയും അവിടെ ഒരു അട്ടിമറിക്കുള്ള സാധ്യതയുണ്ട്. പിന്നെ ആ പ്രസ്ഥാനത്തിനകത്ത് ഇപ്പോൾ ഈ വിക്രമാദിത്യ സിംഗിനെയൊക്കെ പോലുള്ള മന്ത്രിമാർ, അയാളിപ്പം രാജിവെച്ചിട്ടുണ്ടല്ലോ അല്ലേ? പിൻവലിച്ചു. എന്തായാലും അദ്ദേഹത്തിൻ്റെ അമ്മ KPCC അധ്യക്ഷയാണ്, അദ്ദേഹം മന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ അവിടെ 6 തവണ 28 തവണ പിന്നെ മുഖ്യമന്ത്രിയായിരുന്നാണ്. 6 തവണയെന്ന് എൻ്റെ ഓർമ്മ. എന്നിട്ട് ഷിംലയിൽ അവിടെ ഒരു പ്രതിമ സ്ഥാപിക്കുന്നില്ല, ആ മാൾ റോഡിൽ ഒരു പ്രതിമ സ്ഥാപിക്കുന്നില്ല അച്ഛൻ്റെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഉടക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം എന്ന് പറയുന്നത് UCC നടപ്പാക്കണമെന്ന് പറഞ്ഞ ആളാണ്. ഇദ്ദേഹമാണ് അയോധ്യയിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് തീരുമാനമെടുത്ത കോൺഗ്രസ് മന്ത്രി. ഈ നിലയ്ക്കൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അദ്ദേഹം അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ട് നേരിട്ട് പിന്നെ എതിരിടുന്ന ഒരാളുമാണ്. അപ്പോൾ ഈ നിലയ്ക്ക് ഹിമാചലിലെ കോൺഗ്രസ് പാർട്ടി ആദ്യം ഒരു പരിശോധന നടത്തേണ്ടതുണ്ട്. അത് ദേശീയ നേതൃത്വം നടത്തേണ്ടതാണ്. അവിടെ അങ്ങനെ ഒരു വഴി ഉണ്ടാക്കി വെച്ചിട്ട് അതിന് നേട്ടം മറ്റവർ കൊണ്ടുപോകുമ്പോൾ ഒരു പ്രശ്നം, അതിന് BJPയെ അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കില്ലേ സ്വാഭാവികമായിട്ടും. പക്ഷേ BJPക്ക് പിന്നെ ഈ പറയുന്ന കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നതിനകത്ത് ഒറ്റ സംസ്ഥാനമല്ലേ ഉള്ളൂ ഇപ്പം അല്ലേ വടക്കേ ഇന്ത്യയിൽ. അതുകൂടി കൊണ്ടുപോയി BJPയുടെ കയ്യിൽ കൊടുക്കുന്ന കോൺഗ്രസ് ഇക്കാര്യത്തിൽ ആത്മപരിശോധന നടത്തണം. Meet the editors.